ഈ കഥയുണ്ടല്ലോ, ഇത് രമണാപൂർ ഗ്രാമത്തിന്റെ കഥയാണ്. ഇവിടെ ബൻസി എന്നു പേരുള്ള ഒരു വ്യാപാരി ഉണ്ട്. അദ്ദേഹം ഗ്രാമത്തിൽ പാലും പായസവും വിൽക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെ അപേക്ഷിച്ച് ബൻസി ഒരു ദേഷ്യക്കാരൻ, വളരെ അത്യാഗ്രഹിയായ ഒരു മനുഷ്യൻ. കാണാൻ ഒരു റൗഡിയെ പോലെയും അഹങ്കാരിയെ പോലെയും തോന്നും. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കണ്ട് പേടിക്കും. ബൻസിയുടെ കടയുടെ മുൻപിൽ തന്നെ ശ്രീകൃഷ്ണന്റെ ഒരു അത്ഭുതമായ ക്ഷേത്രമുണ്ടായിരുന്നു. ചേട്ടാ, 1 ലിറ്റർ ലസ്സി തരൂ. നാളെ എന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പൈസ നാളെ വൈകിട്ട് തരാം. പൈസ നാളെന്ന് പറഞ്ഞാ ലസ്സി നാളെയാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാട്ടുപാലണ തരും. പോയിക്കോ. വ്യാപാരം ചെയ്യുന്ന സമയത്ത് വന്നൊരു ദേഷ്യം പിടിപ്പിക്കുന്നത്. തരൂന്നേ, ഞാൻ എപ്പോഴും നിങ്ങളത്തല്ല വന്ന് സാധനം മേടിക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ തിരിച്ചു തരും. അദ്ദേഹം അത്രയും പറഞ്ഞതിനു ശേഷവും ബൻസി അദ്ദേഹത്തിന് ഒരു സാധനങ്ങളും നൽകിയില്ല. ബൻസിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം അദ്ദേഹത്തിൽ നിന്നും ആരും സാധനങ്ങൾ വാങ്ങിക്കാതെയായി. ദിവസം മുഴുവൻ കടന്നുപോയി. ബൻസിയുടെ കടയിലേക്ക് ആരും തന്നെ വന്നില്ല. സമയം രാത്രിയായി. ഒരു വഴിപോക്കൻ, വയസ്സ് ഒരു 12-13 ഇരിക്കും, ബൻസിയുടെ കടയിലേക്ക് വന്നു. ആ കുട്ടിയെ കാണാൻ ഒരു അത്ഭുതമായ തേജസ് ഉള്ളതുപോലെ തോന്നി. പിന്നെ ആ കുട്ടി വന്ന് ബൻസിയോട് എന്തു പറഞ്ഞെന്നാൽ, ശരി, എനിക്ക് നീ പാലും പായസവും തരുമോ? ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ഒറ്റ മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ടില്ല. ഇപ്പൊ നീ വന്നിരിക്കുന്നു. നീ എന്താ എന്നെ വിചാരിച്ചത്? പൈസ ഇല്ലാതെ ഒരു സാധനവും ഞാൻ വെറുതെ തരില്ല. എന്റെ കൈവശം നിനക്ക് നൽകാൻ ഒന്നും തന്നെ ഇല്ലല്ലോ. പക്ഷേ നീ എന്റെ കാതിലുള്ള ഈ കുണ്ടലം വേണമെങ്കിൽ എടുത്തോ. ഇത് വളരെ വിലമതിക്കത്തക്കതാണ്. അന്ന് രാത്രി ബൻസി ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ആ കുണ്ടലം വാങ്ങി. പാലും പായസവും നൽകി. പിന്നീട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അദ്ദേഹം കട തുറന്നപ്പോൾ അദ്ദേഹം ആ ക്ഷേത്രം ശ്രദ്ധിച്ചു. അവിടെ നോക്കിയപ്പോൾ ഒരുപാട് പോലീസുകാരും ഒരുപാട് ജനങ്ങളും കൂടി നിന്നു. അത് അദ്ദേഹം നോക്കി. ഇവിടെ നോക്ക്, നിങ്ങളിൽ ആരോ ഒരാളാണ് അമ്പലത്തിൽ വന്ന് മോഷ്ടിച്ചിരിക്കുന്നത്. ആരായാലും പെട്ടെന്ന് മുന്നോട്ട് വാ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പിടിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ അടയ്ക്കും. ഞാൻ നിങ്ങളുടെ എത്ര പ്രാവശ്യമാണ് പറയുന്നത്? ആ മനുഷ്യൻ ഞാനല്ല. നിങ്ങൾ എന്നെ മാത്രം സംശയിക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് പറയുന്നോ അല്ല നിങ്ങൾ വിളിച്ച് ജയിലിലിടണോ? പോലീസുകാർ ഇത് പറഞ്ഞിട്ട് ഗ്രാമത്തിലെ ജനങ്ങളുടെ വീടെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം പൂജാരിയുടെ റൂം മൊത്തം അവർ പരിശോധിച്ചു. ദയവേത് എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഞാൻ മോഷ്ടിച്ചിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. എനിക്ക് ഈ അമ്പലം എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടി ഞാൻ മോഷ്ടിക്കണം? ഇവിടെ നോക്ക്, നീ വേഗം ചെന്ന് എല്ലാ വീട്ടിലും കടകളും പോയി അന്വേഷിക്ക്. അപ്പോഴേക്കും ഈ പാല് പിന്നെ നെയ്യ് വിൽക്കുന്ന കടയിലും ഞാൻ അന്വേഷിക്കാം. ഇപ്പൊ തന്നെ പോവാം സർ. പോലീസുകാരൻ എന്തു ചെയ്തെന്നാൽ ബൻസിയുടെ കടയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. ഇവിടെ ആരായിരിക്കുന്നേ? ഇത് ആരുടെ കടയാണ്? പെട്ടെന്ന് മുന്നോട്ട് വരൂ. സാറേ, ഇത് എന്റെ കടയാണ്. ഇവിടെ പിന്നെ പാലും നെയ്യും വിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അത് മേടിക്കാനല്ല വന്നത്. ഞാൻ കടയുടെ അകത്ത് ഒന്ന് തേടി നോക്കണം. പോലീസുകാരൻ എന്തു ചെയ്തെന്നാൽ ബൻസിയുടെ കട പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും ക്ഷേത്രത്തിലുള്ള ശില്പത്തിന്റെ കാതിലെ കുണ്ടലം കിട്ടി. ഇത് കണ്ടിട്ട് പോലീസുകാരൻ ബൻസിയെ അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയി അടച്ചു. ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒരു ചെറുക്കൻ കുണ്ടലം കൊണ്ടുവന്ന് തന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ക്ഷമിച്ചേക്കൂ. ഗ്രാമത്തിലെ ജനങ്ങൾ ദേഷ്യത്തോടെ വന്ന് ബൻസിയുടെ കട കത്തിച്ചു കളയാമെന്ന് കരുതി. ഈ കള്ളൻ നമ്മുടെ അമ്പലത്തിൽ തന്നെ കയറി നമ്മുടെ ദൈവത്തിന്റെ കുണ്ടലം എന്നെ മോഷ്ടിച്ചിരിക്കുന്നു. അവനെ വെറുതെ വിടാൻ പാടില്ല. പക്ഷെ അവന് ശിക്ഷ പോലീസുകാരന്മാരൻ തന്നല്ലോ. അവനെ ശിക്ഷിച്ച് നമുക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. പൂജാരി പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാതെ എല്ലാരും ചേർന്ന് ബൻസിയുടെ കട തീ കത്തിച്ചു. ആ കട കത്തി കത്തി തീരുന്നേ ഇല്ലായിരുന്നു. എപ്പോഴും ഗർജനയോടെ ബയൽവാണ് പോലെയല്ലേ കറങ്ങിക്കൊണ്ട് നടന്നവൻ. ഇപ്പൊ അവന് മനസ്സിലായിരിക്കും നമ്മള് മറ്റവര് ചെയ്ത തെറ്റുകാര്യങ്ങള് ക്ഷമിക്കാൻ പഠിക്കണം. നിങ്ങൾ ചെയ്തത് വലിയ ഒരു തെറ്റാണ്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് ബൻസിയുടെ കടയ്ക്ക് തീ വെച്ചത് നേരാണ്. പക്ഷെ ആ തീയുടെ പുക ഒരിക്കലും നശിച്ചതേയില്ല. മുഴുവനായി 1 മാസം കടന്നുപോയി. ആ തീയുടെ പുക ഒട്ടും തന്നെ കുറഞ്ഞില്ല.
അത് കാണാൻ ഒരു പുക വീട് പോലെ തോന്നി. ബൻസി ജയിലിൽ നിന്നും പുറത്തേക്ക് വന്ന് തന്റെ കടയിലേക്ക് വന്നപ്പോൾ ആ കട കത്തുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. എന്റെ കട ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കടയാണ്. എന്റെ ദൈവമേ, എന്റെ കട മുഴുവൻ ഇങ്ങനെ ചാമ്പലാക്കിയല്ലോ. ഇതിങ്ങനെ തന്നെ നടക്കണമെന്നുണ്ട്. എന്താ പറഞ്ഞാ നീ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ആരെങ്കിലും വെള്ളം കൊണ്ടുവരൂ, എന്റെ കടയിനെ ഒന്ന് രക്ഷിക്കൂ. ഈ ജനങ്ങളൊക്കെ ചേർന്ന് എന്റെ കടയിനെ ഇങ്ങനെ തീ വെച്ച് കൊളുത്തി കളഞ്ഞല്ലോ. ആരെങ്കിലും ഒന്ന് വെള്ളം കൊണ്ടുവരൂ. ബൻസി അവിടെ കരയുന്നത് കണ്ടതും അവിടേക്ക് ക്ഷേത്രത്തിലെ പൂജാരി വന്നു. വിഷമിക്കണ്ട ബൻസി, ഒന്നും നടന്നിട്ടില്ല. എന്റെ മൊത്ത കടയും എല്ലാം കരിഞ്ഞ് ചാമ്പലായി. പക്ഷെ നിങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. എനിക്കും ഇക്കാര്യം എന്നെ മനസ്സിലായില്ല ബൻസി. നീ ഒരു തവണ കടന്റെ അകത്ത് ചെന്ന് നോക്ക്, അപ്പോഴാണ് നിനക്കെല്ലാം മനസ്സിലാവുക. ജനങ്ങള് മുഴുവനും നിന്റെ കടനെ കത്തിച്ചതിന് ശേഷവും നിന്റെ കട കാണാൻ പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ. അതിലിരുന്ന് ഒരു പുക മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നീ തന്നെ നോക്ക്, ഞാൻ തന്നെ ചെന്ന് കാണിക്കാം. പൂജാരി ബൻസിയുടെ ആ തീ കത്തുന്ന കടയിനകത്തേക്ക് ചെന്നു. അപ്പോൾ പോലും അദ്ദേഹത്തിന് ആ സ്ഥലത്ത് ഒന്നും സംഭവിച്ചില്ല. ആ കടയിൽ നിന്നും വെറും പുക മാത്രമാണ് പുറത്തേക്ക് വരുന്നത്, വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതെല്ലാം എങ്ങനെയാ സംഭവിക്കുന്നത്? എനിക്ക് ഒന്നുമേ മനസ്സിലാവുന്നില്ല. ഇത് എന്തൊരു മായാജാലമാണ്. ബൻസിയും തന്റെ കടയ്ക്കകത്തേക്ക് വന്നു. പിന്നീട് അകത്തേക്ക് ചെന്ന് അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാധനങ്ങളും കത്തിയില്ലായിരുന്നു. ബൻസി വീണ്ടും പുറത്തേക്ക് വന്നത് കണ്ടിട്ട്, നീ ഗ്രാമത്തിന് വിട്ട് പുറത്തു പോകണം. ഞങ്ങളുടെ ഗ്രാമത്തില് നിന്നെ പോലെ ഒരു കള്ളൻ ഉണ്ടാവാൻ പാടില്ല. ക്ഷേത്രത്തിൽ ചെന്ന് മോഷ്ടിച്ചിരിക്കുന്നു, നിനക്കൊട്ടും നാണമില്ലേ? നിങ്ങൾ എന്റെ കടനെ എന്ത് ചെയ്യാനാ വന്നിരിക്കുന്നത്? നിങ്ങളത്തൊക്കെ സംസാരിക്കണം തന്നെ പാവം തന്നെയാണ്. ഞാൻ ഒന്നും കള്ളനല്ല. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയുന്നേ? അതൊന്നും ഞങ്ങൾക്ക് കാര്യമല്ല. നീ ഗ്രാമത്തിന് വിട്ട് പോയതിനെ പറ്റൂ. അത് എന്തായാലും ശരി. അത് കാരണം വെച്ചാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചിരിക്കുന്നത്. പോലീസുകാർ ഇക്കാര്യം കേട്ടതും തന്നെ അദ്ദേഹത്തെ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. നീ പിന്നെയും ഗ്രാമത്തിലെ അകത്ത് വന്നാ നിന്റെ കാല് തല്ലി ഓടിക്കും ഞങ്ങള്. നീ നിന്റെ കടലിലിരിക്കുന്ന പാലും വെണ്ണയും കഴിച്ചുകൊണ്ട് വലിയ ബയൽവാളായെന്ന് കേട്ടു. ഇനി നീ വേറെ എവിടെയെങ്കിലും ചെന്ന് പാലും വെണ്ണയും കഴിക്കുക. പോലീസുകാർ ബൻസിയെ നിർബന്ധിച്ച് ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. അതിനകം അവിടെ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. പിന്നെ ആ കുട്ടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപമെടുത്തു. പിന്നെ ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. നിൽക്കൂ, നിങ്ങൾ എല്ലാവരും ചേർന്ന് ബൻസിയെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? ഈ ബൻസി നിങ്ങളുടെ അമ്പലത്തിൽ തന്നെ വന്നിട്ട് മോഷണം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എല്ലാരും പറയുന്നത് വളരെ തെറ്റാണ്. എല്ലാ രാത്രിയിലും പൂജാരി എനിക്ക് പാലും പായസവും വെച്ച് പടയ്ക്കുമായിരുന്നു. അന്നത്തെ ദിവസം അദ്ദേഹം എനിക്ക് പടയലിട്ടതേ ഇല്ല. അതുകൊണ്ട് ഞാൻ വിശപ്പ് കാരണം ബൻസിയുടെ കടയിലേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തിൽ നിന്നും പാലും പായസവും വാങ്ങി. അതിനു പകരമാണ് ഞാൻ കാതിലെ കുണ്ടലം നൽകിയത്. അന്ന് രാത്രി സമയം കുറെ ആയതുകൊണ്ട് ഞാൻ കാര്യം തന്നെ മറന്നു. അത് സത്യമാണ്. അത് നിങ്ങളാണോ? ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഓർത്തേ ഇല്ല. ഇത്ര വലിയ തെറ്റ് ഞാൻ ഇത് എങ്ങനെയാ ചെയ്തത്? ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് എങ്ങനെയാ പൈസ മേടിച്ചത്? എന്നെ ക്ഷമിച്ചേക്കൂ സ്വാമി, എന്നെ ക്ഷമിച്ചേക്കൂ. ഇതിൽ മാപ്പ് ചോദിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ നീ നിന്റെ കട നടത്താൻ വേണ്ടിയാണ് ചെയ്തത്. ഞങ്ങളെ ക്ഷമിച്ചേക്കൂ സ്വാമി. ഞങ്ങൾ കുറെ വലിയ തെറ്റാണ് ചെയ്തത്. ബൻസിനെ കുറിച്ച് ഒരു കാര്യം അറിയാതെ ഞങ്ങൾ അവന്റെ കട കൊളുത്തി കളഞ്ഞു. നീ ബൻസിയോട് തന്നെ മാപ്പ് ചോദിക്കൂ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയാൻ പോണു സ്വാമി? നിങ്ങൾ എന്റെ ജീവൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ ജീവിതത്തെ തിരിച്ചു തന്നിരിക്കുന്നു. തഥാസ്തു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കെ, പിന്നെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കെ. ശ്രീകൃഷ്ണൻ അവിടെ നിന്നും അപ്രതീക്ഷിതമായി. ഈ കഥ ഉത്തരാഖണ്ഡിലെ ബില്ലുവിൻ്റെതാണ്. അവൻ തന്റെ ഭാര്യ രൂപയോടൊപ്പം സിറ്റിയിൽ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. ആ സിറ്റിയിൽ ബില്ലു ഒരു പാത്രക്കടയിൽ ജോലി ചെയ്തിരുന്നു. അവന്റെ ഭാര്യ രൂപ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത് അവരുടെ കുടുംബത്തെ നോക്കിയിരുന്നു. ഒരിക്കൽ ബില്ലുവിനോടൊപ്പം ജോലി ചെയ്യുന്നവർ ബില്ലുവിനെതിരെ ഒരു മോഷണ കുറ്റം ചുമത്തി. ബില്ലു ഒരു പാവമാണ്, എന്നാൽ അവൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ബില്ലു, നീ നമ്മുടെ കടയിൽ നിന്ന് പാത്രം മോഷ്ടിച്ച് വെളിയിൽ വിൽക്കുന്നെന്ന് നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിന്നിൽ പഴി ചുമത്തുന്നു. ഞാൻ അങ്ങനെ ഒന്നും മോഷ്ടിച്ചില്ല. ഇവരെന്റെ മേൽ വെറുതെ പഴി ചുമത്തുന്നതാ.
മുതലാളിയമ്മേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. രാത്രിയിൽ ബില്ലു എല്ലാ പാത്രവും എടുത്ത് ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരുന്നു. ഇനി ഞാൻ ഒന്നും ചോദിക്കാൻ വരുന്നില്ല. നിനക്കിനി ഇവിടെ ജോലിയില്ല. ഇവിടെ നിന്നും പോ. അതുമാത്രമല്ല, പാപം നോക്കിയാ നിന്നിൽ കേസൊന്നും ഇടാത്തത്. അതിൽ സന്തോഷിക്ക്. അപ്പോൾ ബില്ലു പറഞ്ഞത് ആരും കേട്ടില്ല. അവൻ അവിടെ നിന്നും വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നെ രൂപയോട് നടന്നതെല്ലാം പറഞ്ഞു. അവരെന്തിനാ നിങ്ങളെ ജോലിയിൽ നിന്നും പുറത്താക്കിയത്? നിങ്ങൾ എത്ര വർഷമായി വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നു? ഞാനവിടെ നന്ദിയോടെ ജോലി നോക്കിയതുകൊണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നിൽ അസൂയപ്പെട്ടിരുന്നു. ഞാൻ സത്യസന്ധമായി ജോലി ചെയ്തത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചു നമുക്ക് ഗ്രാമത്തിലേക്ക് പോയേ പറ്റൂ. അവിടെ പോയാലെങ്കിലും ഇതിലൊരു തീരുമാനമുണ്ടാവട്ടെ. നീ പറഞ്ഞത് ശരിയാ. അവിടെ പോയി എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി നോക്കാം. അങ്ങനെ ജീവിതവും കൊണ്ടുപോകാം. ബില്ലുവും രൂപയും ഉത്തരാഖണ്ഡിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അവർക്ക് താമസിക്കാനും സ്ഥലമില്ല, ജീവിക്കാനുള്ള മാർഗവുമില്ല. അവർ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് വന്നതും ആദ്യ ജോലിയായി ആ ഗ്രാമത്തിലുള്ള പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പോയി. ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ കൂടെ ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ വരുമായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെയാണ്. ജനങ്ങൾ പറയാറുണ്ട്, ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് നിറവേറുമെന്ന്. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടപ്പാടും മാറണം. ബില്ലുവും രൂപയും ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബില്ലുവിന്റെ നോട്ടം ആ ക്ഷേത്രത്തിന്റെ മൂലയിലുണ്ടായിരുന്ന കണ്ണാടിക്ക് നേരെ പോയി. ആ കണ്ണാടി അപ്പോൾ തിളങ്ങുന്നുണ്ടായിരുന്നു. രൂപേ, അവിടെ നോക്ക്. ക്ഷേത്രത്തിന്റെ ആ മൂലയിൽ ഒരു കണ്ണാടി വെച്ചിരിക്കുന്നു. അത് നന്നായി ജ്വലിക്കുന്നു. ഇവിടെ ജീവിക്കാൻ നമുക്ക് വീടുമില്ല, സ്ഥലവുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഈ കണ്ണാടി വെച്ച് ഇപ്പോൾ എന്ത് ചെയ്യും പറയൂ? നിൽക്ക്, നമുക്ക് അവിടെ പോയി നോക്കാം. ക്ഷേത്രത്തിൽ എന്തിനാ ഈ കണ്ണാടി? അത് വെളിയിൽ കൊണ്ടുപോയി വെക്കാം. ബില്ലു ആ കണ്ണാടി പൊക്കിയെടുത്ത് ആ ക്ഷേത്രത്തിൽ നിന്നും വെളിയിൽ പോയതും ആകാശത്തു നിന്നും ഒരു മിന്നൽ നേരെ ആ കണ്ണാടിയിൽ വന്ന് വീണു. ഉടനെ ബില്ലുവിന്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണാടി താഴെ വീണു. ആ മിന്നലിന്റെ ശബ്ദം കേട്ട് ബില്ലുവും രൂപയും ഒരുപാട് പേടിച്ചുപോയി. ഇവിടെ എന്താ നടക്കുന്നത്? രൂപേ, നമുക്ക് ഇവിടെ നിന്നും പോയേ പറ്റൂ. ഇതിലൂടെ നമ്മുടെ ജീവൻ ആപത്ത് വന്നേക്കാം. വേഗം വരൂ. വെളിച്ചം ചിലപ്പോൾ ഒരുപാട് വരും. രൂപയും ബില്ലുവും ആ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ആ കണ്ണാടി വീണ്ടും നന്നായി തിളങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്നും ഒരു വൃദ്ധയായ അമ്മയും വെളിയിൽ വന്നു. ദൈവമേ, എന്റെ കണ്ണെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണാടിയിൽ നിന്നും ഒരാൾക്ക് എങ്ങനെ വെളിയിൽ വരാൻ പറ്റും? നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഒരു ശാപം കാരണം ഞാൻ ഈ കണ്ണാടിയിൽ അകപ്പെട്ടതാണ്. എനിക്ക് ഈ കണ്ണാടിയിൽ നിന്നും 20 വർഷത്തിന് ശേഷം മോചനം കിട്ടി. നിങ്ങളെന്താ തമാശ പറയുകയാണോ? കണ്ണാടിയുടെ അകത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇത് 20 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാ. അപ്പോൾ നീയും ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിനുള്ളിൽ അന്യായവും വഞ്ചനയും ഒരുപാട് കൂടി വന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജാരിയും ഗ്രാമജനങ്ങളും എല്ലാവരും ചേർന്ന് ഈ മാന്ത്രിക കണ്ണാടി ഗ്രാമം ഉണ്ടാക്കി. ഈ കണ്ണാടിയുടെ മുൻപിൽ ഏതെങ്കിലും വഞ്ചകരോ ചതിയന്മാരോ വന്ന് നിന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരെയും ഈ മാന്ത്രിക കണ്ണാടി ഉടനെ തടവിലാക്കും. എന്താ മാന്ത്രിക കണ്ണാടി ഗ്രാമമോ? അതിൽ നിങ്ങൾ എങ്ങനെയാ അകപ്പെട്ടത്? ഈ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ മോഷണം നടന്നതുകൊണ്ട് അപ്പോഴുണ്ടായിരുന്ന പൂജാരി എന്നെ ഈ മാന്ത്രിക കണ്ണാടിയിൽ അടച്ചു വെച്ചു. എന്നാൽ നീ ഈ കണ്ണാടി വെളിയിൽ എടുത്തുകൊണ്ടുപോയതും എനിക്ക് മോചനം കിട്ടി. വരൂ, ഞാൻ നിങ്ങളെ ഈ മാന്ത്രിക കണ്ണാടി ഗ്രാമം കാണിക്കാം. അവർ പറയുന്നത് കേട്ട് ബില്ലുവും രൂപയും ഒരുപാട് എക്സൈറ്റഡ് ആയിപ്പോയി. അവർ ആ മാന്ത്രിക കണ്ണാടി ഗ്രാമം കാണാൻ ഒരുപാട് സന്തോഷത്തോടെ സമ്മതം മൂളി. എന്നാൽ ഞങ്ങളെങ്ങനെ അതിൽ നിന്നും വെളിയിൽ വരും? നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും നല്ല ഹൃദയമുള്ളവരാണ്. ആദ്യം നീ ഈ കണ്ണാടിയുടെ മുൻപിലേക്ക് വന്ന് നിൽക്ക്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ ഭസ്മം എടുത്തുകൊണ്ടുവന്ന് അത് നിന്റെ നെറ്റിയിൽ പുരട്ട്. അപ്പോൾ നീ പെട്ടെന്ന് തന്നെ ഈ മാന്ത്രിക കണ്ണാടി ഗ്രാമത്തിലെത്തും. ആ വയസ്സായ അമ്മ പറയുന്നത് കേട്ട് രണ്ടുപേരും കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ഭസ്മം എടുത്തു വെച്ചു. അവർ അങ്ങനെ ഭസ്മം തൊട്ടതും രണ്ടുപേരെയും ആ കണ്ണാടി വലിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ വയസ്സായ അമ്മയും കൂടെ പോയി. ഇത് സത്യമായിട്ടും കണ്ണാടി ഗ്രാമമാണ്.
ഇവിടെ മരം ചെടി എല്ലാം കണ്ണാടി കൊണ്ടുള്ളതാ. ഈ സ്ഥലം തന്നെ വളരെ അപരിചിതമാണ്. ഇവിടെ ജീവിക്കാൻ വളരെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു. ബില്ലുവും രൂപയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ആ വയസ്സായ അമ്മ വന്നു. ഇതാണ് കണ്ണാടി ഗ്രാമം. ഈ സ്ഥലത്തിൽ കുറ്റം ചെയ്തവർക്കെല്ലാം ശിക്ഷ കിട്ടും. കുറ്റം ചെയ്തവർ ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 20 വർഷമായി ഇവിടെ തന്നെ അടഞ്ഞു കിടന്നത്. ആ വയസ്സായ അമ്മ പറഞ്ഞ ഈ കണ്ണാടി ചെയ്യുന്ന ന്യായത്തെക്കുറിച്ച് കേട്ടതും ബില്ലുവിന് തനിക്ക് സംഭവിച്ച അന്യായം ഓർമ്മ വന്നു. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ കണ്ണാടി നഗരത്തിലേക്ക് കൊണ്ടുപോയാലോ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരുന്നു. മോഷ്ടാവെന്ന് കുറ്റം ചുമത്തി എന്നെ തുരത്തിവിട്ടു. പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ സിറ്റി അല്ലാതെ വേറൊരു സ്ഥലമില്ല. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ഈ കണ്ണാടി കൊണ്ടുപോകാവുന്നതാണ്. അവർ പറയുന്നത് കേട്ട് ബില്ലുവും രൂപയും ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഇവിടെ നിന്നും എല്ലാവർക്കും എങ്ങനെ പോകാൻ പറ്റും? ഈ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നിങ്ങളുടെ നെറ്റിയിലുള്ള ഭസ്മം തുടച്ചു മായ്ക്കണം. അത്രേ ഉള്ളു കാര്യം. ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് പോകാം. പിന്നെ ഏതൊരു കുറ്റവാളിയും ഇതിനുള്ളിലേക്ക് പോയാലും അവർ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞേ പറ്റൂ. അപ്പോഴേ അവർക്ക് വെളിയിൽ വരാൻ പറ്റൂ. ഞാൻ ഇതിനെ സമ്മതിക്കാം. അവർ ആ ഭസ്മം തുടച്ചു മാറ്റിയതും രണ്ടുപേരും യഥാർത്ഥ ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ബില്ലു ആ കണ്ണാടി താൻ ജോലി ചെയ്തിരുന്ന പാത്രക്കടയിലേക്ക് കൊണ്ടുപോയി. നീ വീണ്ടും ഇവിടേക്ക് വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? എന്തിനാ ഇവിടെ വന്നത്? എനിക്ക് മോഷ്ടിക്കുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. മുതലാളിയമ്മേ, അത് തെളിയിക്കാനാണ് ഞാനിവിടേക്ക് വന്നത്. ഞാനത് മോഷ്ടിച്ചിട്ടില്ല. നീ ഇവിടെ വന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. മാഡം, ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്. എന്നാൽ എല്ലാവർക്കും സത്യസന്ധത തെളിയിക്കാനുള്ള അവസരം വേണം. ആ ശരി ശരി, എന്നാൽ വേഗം എല്ലാം പറഞ്ഞു തീർക്കണം. ബില്ലു തന്നോടൊപ്പം ജോലി ചെയ്തവരോട് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കാൻ പറഞ്ഞു. അവരും അപ്പോൾ ഒരു മടിയോടെ മുൻപിൽ വന്ന് നിന്നു. എന്നാൽ ഈ കണ്ണാടിയുടെ മുൻപിൽ ഞങ്ങൾ എന്തിനാ നിൽക്കുന്നത്? അയ്യോ, വേറൊന്നിനുമല്ല. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർ രണ്ടുപേരും ആ കണ്ണാടിയുടെ മുൻപിലേക്ക് വന്നതും ഉടനെ അവർ ആ കണ്ണാടി ഗ്രാമത്തിലേക്ക് പോയി. അയ്യോ, ഇവരെവിടേക്കാ പോയത്? ഇനി ഇവരെങ്ങനെ വെളിയിലേക്ക് വരും? ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോഴാണ് ബില്ലു അവരോട് ആ ന്യായം ചെയ്യുന്ന കണ്ണാടിയെക്കുറിച്ചും പിന്നെ ആ കണ്ണാടി ഗ്രാമത്തെക്കുറിച്ചും പറഞ്ഞത്. അയ്യോ, നമ്മൾ എവിടെയായത്? 4 വശത്ത് നോക്കിയാലും നമ്മൾ മാത്രമേ ഉള്ളല്ലോ. അയ്യോ, 4 വശത്തും എവിടെ നോക്കിയാലും കണ്ണാടിയാലല്ലോ. അയ്യോ, നമ്മൾ ഇവിടെ നിന്നും എങ്ങനെ പോകും? സത്യം സമ്മതിച്ച് നമുക്ക് രക്ഷപ്പെട്ടാലോ? ഇനി ഇങ്ങനൊരു തെറ്റ് നമ്മൾ ചെയ്യാനേ പാടില്ല. അവർ രണ്ടുപേരും ആ കണ്ണാടി ലോകത്ത് പറ്റിയ തെറ്റേറ്റ് പറഞ്ഞതും അവർ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചു വന്നു. മുതലാളിയമ്മേ, ഞങ്ങളാണ് കള്ളം പറഞ്ഞത്. ഞങ്ങളാണ് ആ പാത്രമെല്ലാം മോഷ്ടിച്ച് ബില്ലുവിനെ നേരെ പഴി ചുമത്തിയത്. ആ കണ്ണാടി ലോകത്തിൽ ഞങ്ങൾക്കിനി ഒരിക്കലും പോകണ്ട. ഈ 2 വിഡ്ഢികളുടെയും വാക്ക് കേട്ട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്ക് ബില്ലു. നിനക്ക് എന്നത്തെയും പോലെ നാളെ തന്നെ ജോലിക്ക് വരാം. പിന്നെ നിങ്ങൾ 2 പേരെയും ഈ കടയുടെ പരിസരത്തിനി കണ്ടുപോകരുത്. ഇങ്ങനെ ആ മാന്ത്രിക കണ്ണാടി ബില്ലുവിന് ന്യായം വാങ്ങിക്കൊടുത്തു. ബില്ലു ആ കണ്ണാടി ജനങ്ങൾക്ക് ന്യായം കൊടുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അതേ പാത്രക്കടയിൽ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബില്ലുവും രൂപയും സന്തോഷത്തോടെ ജീവിച്ചു.